ഹേ ഗായ്സ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? നമ്മുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു സാധനം കൂടി വന്നിട്ടുണ്ട്. ദൈവം തന്ന ഏറ്റവും ബെസ്റ്റസ്റ്റ് ഗിഫ്റ്റാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ അടുത്തുണ്ട് കേട്ടോ. ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാർഡിലോട്ട് മാറ്റി. ഇതാണ് കേട്ടോ വാർഡ്. ഒരു കുഞ്ഞു ക്ലിപ്പ് മാത്രം എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു സാധനം എന്ന് പറഞ്ഞത്. നമ്മുടെ വാവ വന്നിട്ടുണ്ട്. അപ്പോൾ വാവയുമായിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകണം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പായമ്മയും മാത്രമല്ല കേട്ടോ, ശില്പയും ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ട്. അവർ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ ആക്ച്വലി ജസ്റ്റ് ഞങ്ങൾ ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാവിനും കൂടി കണ്ടിട്ട് പോകണമെന്ന്. ആൾ വെയിറ്റ് ചെയ്തു. രാത്രിയൊക്കെ വാവയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. അവൾ എന്തായാലും വന്നതുകൊണ്ട് വെറുതെ ആയില്ല. എന്തായാലും ഡെലിവറി കൂടെ കഴിഞ്ഞിട്ട് കുഞ്ഞുവാവനെ കൂടെ കണ്ടിട്ട് പോകാനുള്ള ഭാഗ്യം അവൾക്കും ഉണ്ടായി. അപ്പോൾ നമ്മൾ കുഞ്ഞുവാവയായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ ആരാണെന്ന്. യെസ് ഗൈസ്, ഇറ്റ്സ് എ ബേബി ബോയ്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് ഈ വാവ വരാൻ വേണ്ടിയിട്ട്. കൺസീവ് ആവുന്നതിന് മുന്നേയും ഒരുപാട് നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയും ഒത്തിരി പ്രാർത്ഥിച്ചാണ് ഈ വാവ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. ത്രൂ ഔട്ട് പ്രഗ്നൻസി ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ വോമിറ്റിംഗ് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. ഡെലിവറിയുടെ തലേന്ന് വരെ ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല ഡയബറ്റീസ് ആയി, ജസ്റ്റേഷൻ ഡയബറ്റീസ് ആയി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രഗ്നൻസിയിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സേഫായിട്ട് തന്നെ പരിശുദ്ധമ്മ നമ്മുടെ കയ്യിലേക്ക് വാവയെ വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പരിശുദ്ധമ്മേ അമ്മ തന്നെ വേണം ഡെലിവറി നോക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നും അറിയത്തില്ല, എനിക്കെന്തോ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറിക്ക് പോകാൻ. പക്ഷേ എനിക്കൊരു ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പരിശുദ്ധമ്മ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ ബേബി ബോയ് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ചെക്കൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുവാണ് കേട്ടോ. നോർമൽ ഡെലിവറി ആയിരുന്നു. നമുക്കിവിടെ എപ്പിസിയോട്ടമിയോ എപ്പിഡൂറിലോ ഒന്നും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. വാവയുടെ ഫേസ് കാണിക്കാത്തതിലൊന്നും വിചാരിക്കരുത്. നമുക്ക് കുറേ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വാവയുടെ ഫേസ് കാണിക്കാൻ നിർവാഹമില്ല. എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വീഡിയോ ചെയ്യാം. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. നമ്മുടെ കുഞ്ഞുവാവനെ ഏറ്റവും സേഫായിട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നതിൽ ഒരുപാട് ദൈവാനുഗ്രഹം തോന്നുവാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. ഒട്ടും കോംപ്ലിക്കേഷനൊന്നും ലാസ്റ്റ് ഉണ്ടാവാണ്ട് തന്നെ ഏറ്റവും സേഫായിട്ട് തന്നെ നമുക്ക് കുഞ്ഞുവാവനെ കയ്യിലോട്ട് കിട്ടി. നമ്മളിത് വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധർക്കും ഒക്കെ ഒത്തിരി നന്ദി. പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടായതിൽ എനിക്ക് വേണ്ടിയും വാവയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ. അവർക്കൊക്കെ ഒരുപാട് നന്ദി. വീണ്ടും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുന്ന നിമിഷം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു നിമിഷത്തെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ നമ്മളുടെ കൂടെ ഒരാളുണ്ടായാൽ മതി. ഈ ഒരു നിമിഷം മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. എല്ലാവർക്കും ദൈവം മക്കളെ സമ്മാനിക്കട്ടെ. നമ്മൾ കുഞ്ഞുവാവയുമായിട്ട് വീട്ടിലോട്ട് കയറുവാണ്. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് ആണിത്. ദൈവത്തിന് ഒത്തിരി നന്ദി. ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ശില്പയും ഉണ്ണിയും കാര്യമായിട്ട് വീട്ടിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് കേക്കൊക്കെ മേടിച്ചത്. അപ്പോൾ ഇത് കേക്ക് കട്ടിംഗ് ആണ്. ഞങ്ങളുടെ കുഞ്ഞു ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വാവയും കൂടെ വന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇനിയും കൂടെ ഉണ്ടാവണം. ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ത്രൂ ഔട്ട് പ്രഗ്നൻസി നമ്മൾ കടന്നുപോയത്. അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പോൾ നമ്മളുടെ റൂം ഇതാണ്. ഈ റൂമിലാണ് വാവയെ കിടത്തുന്നത്. ഈ ഡെക്കറേഷനൊക്കെ ശില്പയും ഉണ്ണിയും ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അവരെ പോലെ 2 ഫ്രണ്ട്സിനെ ലൈഫിൽ കിട്ടിയതിൽ. ദൈവത്തിന് ഒത്തിരി നന്ദി. നമുക്ക് വാവയെ കൂടെ കിടത്താൻ പറ്റത്തില്ല. പ്രത്യേകം ഒരു കോട്ട് മേടിക്കണം, അതിൽ മാത്രമേ കിടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം കോട്ടിലാണ് വാവയെ കിടത്തുന്നത്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ആ കോട്ട്. ഇത് നമുക്ക് തൊട്ടടുത്ത് കട്ടിലിനോട് ചേർത്ത് വെക്കാം. ഇത് ഇവിടുത്തെ രീതിയാണ് കേട്ടോ. രാത്രിയിൽ വാവയ്ക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം കോട്ടിൽ കിടത്തുന്നത്. ഇത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വാവ നമ്മുടെ റൂമിലെത്തി. ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബിസി ആയിട്ടിരിക്കും. എന്തായാലും എല്ലാത്തിനും ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സൈൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അവർക്കിടയിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.